ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. ഒരു പുരുഷൻ 30 ദിവസത്തേക്ക് തന്റെ വീര്യം തടഞ്ഞുവെച്ചാൽ അയാളുടെ ഉള്ളിൽ എന്തു മാറുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭൂരിഭാഗം ആളുകളും കരുതുന്നത് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ലെന്നാണ്. ചിലർ ഇതിനെ പരിഹസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ യഥാർത്ഥ സത്യം അല്പം വിചിത്രവും അപകടകരവുമാണ്. കാരണം മനുഷ്യശരീരം എന്നത് വെറും ഭക്ഷണം കഴിക്കലും ഉറങ്ങലും മാത്രമല്ല. അതിനുള്ളിൽ ഊർജത്തിന്റെ ഒരു വലിയ കളിയുണ്ട്. ആളുകൾ തമാശയായി തള്ളിക്കളയുന്ന ഒന്നാണ് ആ ഊർജത്തിന്റെ ഏറ്റവും ശക്തമായ രൂപം. എന്നാൽ ഈ ഊർജം 30 ദിവസം പുറത്തു പോകാതിരുന്നാൽ ശരീരത്തിനുള്ളിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ചിലരിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. തങ്ങൾക്കുള്ളിൽ ഒരു വന്യമായ ഊർജം ഉണർന്നതായി ചിലർക്ക് അനുഭവപ്പെടുന്നു. സത്യം പറഞ്ഞാൽ ചിലർക്ക് അല്പം ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിത്തുടങ്ങും. കാരണം ഇത് ശരീരത്തിന്റെ മാത്രം കാര്യമല്ല, മനസ്സിന്റെ കളി കൂടിയാണ്. ഒരാൾ 30 ദിവസം വീര്യം തടഞ്ഞുവെച്ചാൽ അയാളുടെ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കും. വിശ്വസിക്കൂ, ഇതിൽ ചില കാര്യങ്ങൾ ഭൂരിഭാഗം ആളുകളും അറിയാൻ ആഗ്രഹിക്കാത്തവയാണ്. കാരണം ആളുകൾ ഈ സത്യമറിഞ്ഞാൽ ചിലപ്പോൾ തങ്ങളുടെ പല ശീലങ്ങളും മാറ്റിയേക്കാം. അവിടെ നിന്നാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത്. മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന വീര്യമെന്നത് വെറുമൊരു ദ്രാവകമല്ല. ഇത് ശരീരത്തിലെ ഏറ്റവും സാന്ദ്രമായ ഊർജമാണ്. ഇത് നിർമ്മിക്കാൻ ശരീരം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. കഴിക്കുന്ന ഭക്ഷണം രക്തമാവുകയും രക്തം ഊർജമാവുകയും പതുക്കെ ആ ഊർജം ഈ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. കാരണം ഊർജം എവിടേക്കെങ്കിലും പോയേ പറ്റൂ. അത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചില്ലെങ്കിൽ അത് സങ്കല്പങ്ങളിലേക്ക് പോകും. അത്തരം സങ്കല്പങ്ങൾ ചിലപ്പോൾ മനുഷ്യനെ കൂടുതൽ ദുർബലനാക്കും. അതുകൊണ്ട് ഇത് തടഞ്ഞു നിർത്തുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ഊർജത്തിന് ഒരു ദിശ നൽകേണ്ടത് അത്യാവശ്യമാണ്. ചിലർ ഈ സമയത്ത് വ്യായാമം തുടങ്ങുന്നു. ചിലർ പഠനത്തിൽ മുഴുകുന്നു. മറ്റു ചിലർ സർഗാത്മകമായ ജോലികൾ ചെയ്യുന്നു. അപ്പോൾ ആ ഊർജം അവരുടെ ജീവിതം തന്നെ മാറ്റാൻ തുടങ്ങുന്നു. ഇനി 20 ദിവസമാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇത്രയും ദിവസം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ അയാൾക്കുള്ളിൽ ഒരു സ്ഥിരത അനുഭവപ്പെടും. ഇപ്പോൾ അസ്വസ്ഥത കുറയുന്നു. ഊർജം സൂക്ഷിച്ചുവെക്കണമെന്ന് ശരീരം മനസ്സിലാക്കുന്നു. ഇവിടെ നിന്ന് പുതിയൊരു അനുഭവം തുടങ്ങുന്നു. മുഖത്തിന് കൂടുതൽ ആകർഷണീയത തോന്നുന്നു. ആളുകൾ അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു അത്ഭുതമല്ല. ഒരാൾ തന്നെ നിയന്ത്രിക്കുമ്പോൾ അയാളുടെ ശരീരഭാഷയും നടത്തവും മാറുന്നു. കണ്ണുകളിൽ ഗൗരവം വരുന്നു. ആളുകൾ അതിനെയാണ് ആകർഷണം എന്ന് വിളിക്കുന്നത്. പതിയെ മുഖത്തിന്റെ കാന്തി വർദ്ധിക്കും. ഇനി 30 ദിവസത്തിന്റെ കാര്യം നോക്കാം. ഒരാൾ സത്യസന്ധമായി 30 ദിവസം ഈ ഊർജം തടഞ്ഞു നിർത്തിയാൽ അയാൾക്ക് 2 കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കും. ഒന്നുകിൽ അയാൾ വളരെയധികം കരുത്തനാകും, അല്ലെങ്കിൽ അതീവ അസ്വസ്ഥനാകും. അയാൾ ആ ഊർജം എന്തിനുപയോഗിച്ചു എന്നതിലാണ് വ്യത്യാസം. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ശരീരം കരുത്തുറ്റതാക്കാനും അയാൾ ആ ഊർജം ഉപയോഗിച്ചാൽ അയാൾ തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായി മാറും. എന്നാൽ അയാൾ വെറുതെ അത് അടിച്ചമർത്തുകയും മനസ്സിൽ സങ്കല്പങ്ങൾ നടക്കുകയും ചെയ്താൽ അയാൾ കൂടുതൽ ആശയക്കുഴപ്പത്തിലാകും. അതുകൊണ്ട് 30 ദിവസം തടഞ്ഞു നിർത്തി എന്നതിലല്ല കാര്യമാ സമയം, നിങ്ങൾ ആ ഊർജത്തെ എങ്ങോട്ടാണ് തിരിച്ചുവിട്ടത് എന്നതിലാണ്. കാരണം ഊർജത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഒന്നുകിൽ അത് നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കും, അല്ലെങ്കിൽ താഴേക്ക് വലിക്കും. ഇതാണ് മനുഷ്യന്റെ യഥാർത്ഥ പരീക്ഷണം. ശക്തി എന്നത് ശരീരത്തിന്റെ മാത്രമാണെന്ന് പലരും കരുതുന്നു. എന്നാൽ ഏറ്റവും വലിയ ശക്തി സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവാണ്. എന്നാണോ ഒരാൾ സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുന്ന തന്നു മുതൽ അയാളുടെ ജീവിതം മാറാൻ തുടങ്ങുന്നു. അതുകൊണ്ടായിരിക്കാം ചരിത്രത്തിൽ പലരും തങ്ങളുടെ ഊർജത്തെ സംരക്ഷിക്കാൻ പഠിച്ചത്. ഏറ്റവും ശക്തമായ ഈ ഊർജത്തെ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ ജീവിതം തന്നെ മാറ്റാൻ കഴിയുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. എന്നാൽ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഒരാൾക്ക് സത്യത്തിൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയുമോ? അതോ പഴയ ശീലങ്ങൾ ജയിക്കുമോ? ഓരോ മനുഷ്യനും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണിത്. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. കാരണം യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത് ശരീരത്തിലല്ല, മനസ്സിലാണ്. ഒരാൾ ദിവസങ്ങളോളം തന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുമ്പോൾ അയാൾക്കുള്ളിൽ ഒരു പുതിയ തിരിച്ചറിവുണ്ടാകുന്നു. നിങ്ങളുടെ ഊർജത്തെ എന്ത് ചെയ്യണം എന്ന സംശയത്തിലാണോ എങ്കിൽ ആത്മീയ യാത്രയിൽ കൂടെ ചേർന്നോളൂ. അതിനുള്ള വഴികൾ തീർച്ചയായും ലഭിക്കും. ഇനി നിങ്ങളുടെ തടസ്സങ്ങൾ
അതിന് മാറ്റങ്ങൾ ആവശ്യം ആണ് എങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ഓം ശ്രീ പരമാത്മനെ നമഃ എന്ന് 1,00,000 തവണ ജപിക്കാൻ തുടങ്ങുക.